ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനിട്ട കല്യാണ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ റിസപ്ഷനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതാ അതിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അതാ ഞാൻ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എടുത്തില്ലേ, ആ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവലും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ടൈം ഉണ്ട് കേട്ടോ. 4 മണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാ എന്തായാലും ഞാൻ റെഡി ആവുകയാണ്. പീലിക്കുട്ടി ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ അതാ ഫേസിൽ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ വൈകുന്നേരം പരിപാടി ആയതുകൊണ്ട് തന്നെ സൺസ്ക്രീനൊന്നും യൂസ് ആക്കിയില്ല. പിന്നെ BB ക്രീമും CC ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസപ്ഷൻ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് CC ക്രീം കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. CC ക്രീം എന്താണെന്നറിയില്ല, നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടു. അതിനുശേഷം ഇതാ കോമ്പാക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫേസൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലിപ് ബാം ഇടുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് ഇടണം, പിന്നെ കണ്ണും കൂടെ ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതാ അങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്കും കണ്ണെഴുതലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ ന്യൂഡായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ബ്രൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു വൈകുന്നേരം കുറച്ച് ബ്രൈറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറയാം ഞാൻ എന്താണ് ഹെയർ കട്ട് ചെയ്യാനുള്ള കാരണമൊക്കെ ഡീറ്റെയിൽസൊക്കെ. പിന്നെ അത് ആക്സസറീസ് ആയിട്ട് ഞാനൊരു കമ്മൽ മാത്രമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. പിന്നെ മാല ചെറിയ മാലയാണ് ഇടുന്നത്. വലിയ മാല ഇട്ടതിക്ക് വലിയൊരു ഭംഗിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മാല താലിയൊക്കെ മാറ്റിയിടുന്നുണ്ട് ചെറിയ മാലയ്ക്ക്. പിന്നെ ഇതാ ഹെയർ സെറ്റാക്കലാണ്. രാവിലെ ഹെയർ കെട്ടാൻ നേരത്തെ എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. എങ്ങനെ കെട്ടിയാലും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇന്നും ആസ് യൂഷ്വൽ കെട്ടുന്ന പോലെ കെട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്കത് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കത് നല്ല സാഡായി രാവിലെ. അപ്പോൾ എന്തായാലും വൈകുന്നേരം കുറച്ച് മെനക്കെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇനി ഉദ്ദേശിച്ച പോലെ കെട്ടിയിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് സമയമെടുത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെക്കാട്ടിലും മെച്ചമായിരുന്നു ഗേസ്. പക്ഷേ രാവിലെ മൊത്തത്തിലൊരു സാരിയും ആ ഒരു ലുക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ രാവിലത്തെക്കാട്ടിലും ഹെയർ സെറ്റായത് ഇപ്പോഴായിരുന്നു. പിന്നെ ടോട്ടലി മേക്കപ്പും എനിക്കിഷ്ടമായത് വൈകുന്നേരമായിരുന്നു കേട്ടോ. രാവിലത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായി. എന്നാലും കുറച്ചുകൂടെ ഒരു സെറ്റായത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പോവുകയാണ്. നമ്മൾ സ്കൂട്ടിയിൽ തന്നെയാണ് പോണത്. പിന്നെ തൂത ഓഡിറ്റോറിയത്തിലാണല്ലോ, അപ്പോൾ അധിക ദൂരമൊന്നും ഇല്ല. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ തന്നെ കാർത്തൂനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർത്തും അവളെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആൾ. പിന്നെ ഇതാ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും എല്ലാവരും ഉണ്ടായിരുന്നു. ഏടത്തിയമ്മ ഉണ്ടായിരുന്നു, ഐശ്വര്യ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ കാണാനായിട്ടുണ്ട്, വലിയ ചേച്ചിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ രാഗി ഫാമിലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഗേസ് അങ്ങനെ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേരെ പരിചയപ്പെടുത്തണം. നമുക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റിസപ്ഷൻ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗേസ്, ഗ്രേ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രശ്മി സച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ നിലത്തേക്ക് ഇറങ്ങാനിട്ടാണ് കേട്ടോ ആൾ നിൽക്കുന്നത്. അവൾക്ക് ഇങ്ങനെ നിലത്തിൽ കൂടെ ഇറങ്ങി നടക്കണം, അതിനാണ്. എന്നിട്ട് ഇങ്ങനെ എൻ്റെ മടിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സമാധാനപ്പെടുത്തി നിർത്തുന്നുണ്ട്. പിന്നെ ഇതാ ഇത് തുമ്പിക്കുട്ടിയാണ് കേട്ടോ. പീലി ജനിച്ച ആ ഒരു മാസത്തിൽ തന്നെയാണ് കേട്ടോ ഇവളും ജനിച്ചിട്ടുണ്ടായിരുന്നത്. റിസപ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും രണ്ടാൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്തൊക്കെയോ സംസാരിക്കുന്നു കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പീലിക്കുട്ടിക്ക് അങ്ങനെ മടിയോ നാണക്കടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ മിണ്ടാനും ഒക്കെ, പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് മിണ്ടാനൊക്കെ ഒരു മടി, അതൊന്നും ഇല്ല കേട്ടോ. അവൾ പെട്ടെന്ന് അങ്ങോട്ട് കമ്പനിയാവും കേട്ടോ എല്ലാവരുമായിട്ട്. ചില സന്ദർഭങ്ങളിൽ ചിലവരെ പറ്റില്ല കേട്ടോ, ചിലവരെ മാത്രം. അതും റയറായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തേക്കും പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്കൊരു ഫോട്ടോ എടുക്കുക. എന്താണ് കണ്ണേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലേ. കണ്ണേട്ടന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അലർജിയാണ് കേസ്. തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. രാവിലെ എടുത്തില്ലേ പിന്നെ ഇതിനെപ്പോൾ എന്നൊക്കെ ചോദിക്കും. ആൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ എന്തായാലും വന്ന വഴിയെ ഫുഡ് കൊടുക്കുന്ന ആ ഭാഗത്തേക്ക് പോയിരിക്കാൻ കേട്ടോ, അവിടെ വിളമ്പാനും സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടും. അപ്പോൾ ഇനി വന്നാൽ എടുക്കുക എന്നൊരു ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാ ചെക്കൻ്റെ അമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടത്. അവരൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യണ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്.
life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want. പിന്നെ ഇതാ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് നല്ല കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇലയിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇലയിൽ എന്താണ് കഴിക്കുന്നത്? സദ്യയാണോ? സദ്യയല്ല ഗൈസ്, ബിരിയാണിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ റൈസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളങ്ങനെ കഴിക്കാത്തതുകൊണ്ടേ എന്നാലും കുഴപ്പമില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ, പിന്നെ ഇതാ സാലഡ്, അച്ചാറ്, പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ പുതിനയുടെ എന്തോ ഒരു ചമ്മന്തി ഇല്ലേ, അതും കൂടെ കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ മാരേജ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ നാട്ടിലത്തെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ കണ്ട ഗൈസ്, റിസപ്ഷന് കുറേ പേരില്ലേ, കുട്ടികളും മക്കളും എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗൈസ് ഞങ്ങളുടെ നാട്ടിൽ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്നിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണിൻ്റെയും റിസപ്ഷൻ ലുക്ക്. നേരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് ജസ്റ്റ് സംസാരിച്ച് നിൽക്കാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യാണ് ഗെയ്സ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പീലിക്കുട്ടിയുടെ ചേച്ചിമാരുടെ അടുത്ത് എത്തപ്പെട്ടിട്ടുണ്ട് ഗെയ്സ്. പീലിക്കുട്ടിക്ക് ഇനി ഒന്നും വേണ്ട, ആരെയും വേണ്ട കേട്ടോ. നവ്യ ചേച്ചിനെ കിട്ടിയാൽ ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്തേക്ക് അടക്കം വരില്ല ഗെയ്സ്. അങ്ങനെയാണ് അവളെടുത്തിട്ട് നല്ല കൊണ്ട് നടക്കൂട്ടോ. അങ്ങനെയല്ല, അങ്ങനെ പുറത്തു കൂടെയൊക്കെ നടക്കുക, കളിപ്പിക്കുക, അങ്ങനെയൊക്കെ നല്ല ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് പീലിക്കുട്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ അവളെ കൂടെ നടക്കുന്നതിന്. പിന്നെ ഇവർ രണ്ടുപേരും നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടി എന്തെങ്കിലും ആ കുട്ടീനെ ചെയ്യുമെന്ന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവളിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് നഖമുണ്ട്. നഖം വെട്ടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഉറങ്ങുമ്പോഴല്ലേ നമുക്ക് വെട്ടി കൊടുക്കാൻ പറ്റും. ഉറങ്ങിയാൽ മതി, എന്തെങ്കിലും പണി എടുത്താൽ മതി വെച്ചിട്ടായിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നഖം ചെറുതായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ മുഖത്തെങ്ങാനും മുറി എങ്ങാനും ആവുമോ എന്നുള്ളത്. അപ്പോഴേക്കും ഇവിടെ തിരിച്ചു എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിച്ചു ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മേ ഒന്നും പറയണ്ട ഗെയ്സ്. അവൻ്റെ ആ ഒരു ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ അത്. മറ്റേ എന്താ പറയുക, ലൂസ് പാൻറ്റും 3/4 ഷർട്ടും. അപ്പോൾ ആ ഷർട്ട് മാറ്റിയിട്ട് ഈ ഒരു ഷർട്ട് ഇടാൻ ഞാനൊരു യുദ്ധം തന്നെ നടത്തിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലുക്ക് ഇഷ്ടമായില്ലേ, നല്ല രസമുണ്ടായിരുന്നു. മറ്റേത് എനിക്കിഷ്ടമല്ല, 3/4 സ്ലീവുള്ള ഷർട്ടും ഈ ഒരു പാൻറ്റ് കൂടി ആകുമ്പോൾ മൊത്തം ഒരു ലൂസായിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് കുറേ തല്ലും ഒക്കെ കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ അടുത്ത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ ആൾക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനിയിപ്പോൾ അവൻ്റെയൊക്കെ ഡ്രസ് സെൻസൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അവൻ്റേതായ ഇഷ്ടങ്ങളുണ്ടാവും. നമ്മൾ പറഞ്ഞൊന്നും ഇടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല കേസ്. എനിക്ക് ഡ്രസ്സ് എന്താണെന്നറിയില്ല, അത് സെറ്റാവണം. അങ്ങനെ കച്ചറ പിച്ചറ നിർന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ദിച്ചുവിനോടും കണ്ണേട്ടനോടും അടി ഉണ്ടാക്കുന്നത് അതിനാണ് കേട്ടോ. ഡ്രസ്സ് എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ മെയിനായിട്ട് അടി ഉണ്ടാക്കുക ഞാൻ അതിനാണ്. ഡ്രസ്സ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പീലിക്കുട്ടിയുടെ കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിബുവിനെ പിടിച്ച് നവ്യ വിളിക്കുകയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഷിബു പക്ഷെ സമ്മതിക്കുന്നില്ല കേട്ടോ. അവനൊന്നും ഫോട്ടോ എടുക്കണ വലിയ ഇല്ല, അങ്ങനെ ഉണ്ടാവില്ലേ ചിലർക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് വലിയ താല്പര്യമില്ലായ്മ. അങ്ങനെ ആണ് അവനും. അതെ കണ്ണേട്ടനെ പോലൊരു ടൈപ്പാണ് കേട്ടോ. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം മൊത്തം ഓർഡർ ആവട്ടാണ് കേട്ടോ. പിന്നാലെ നടന്ന് ഞാനും കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഗെയ്സ്, അതിനും പോയിട്ടുണ്ടായിരുന്നു. നാളെ ഡാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കല്യാണ വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Bye.